കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒന്ന് രണ്ട് എൻക്വയറി വന്നു. വന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് സ്ഥലത്തിൻ്റെ സ്കെച്ച് അയച്ചു തന്നിട്ട് ഇവിടെ വീടെടുക്കാൻ പറ്റുമോ, വേറെ സ്കെച്ച് അയച്ചു തന്നിട്ട് അതിൽ വീടെടുക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പം അപ്പം നമ്മുടെ ഒരു രീതിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ഥലത്തും നമുക്ക് വീട് പ്ലാൻ ചെയ്യാം. പക്ഷേ അത് ഡിപ്പെൻഡ്സ് ഓൺ അവർ റിക്വയർമെൻറ്റ്സ് ആണ്. ഇപ്പം നമ്മുടെ സ്ഥലം നല്ല അത്യാവശ്യം വീതി വിസ്താരമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ലെവലിൽ നമുക്കൊരു പ്ലാൻ നമുക്ക് അതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് അത് ഷേപ്പ്ഡ് അല്ലാത്ത ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് ഒതുങ്ങുന്ന രീതിയിലേക്കുള്ള പ്ലാൻ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയും വിസ്താരമുള്ള അല്ലെങ്കിൽ ഷേപ്പായിട്ടുള്ള സ്ഥലം നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, ഇനി കയ്യിലുള്ള സ്ഥലം ഇനിയിപ്പോൾ ഏത് ഷേപ്പിലാണെങ്കിലും കൂടിയിട്ട് അതിലൊതുങ്ങുന്ന രീതിയിൽ നിങ്ങളുടെ മിനിമലായിട്ടുള്ള റിക്വയർമെൻറ്റ്സിനനുസരിച്ചുള്ള രീതിയിൽ ഒരു പ്ലാൻ നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട് വെക്കാൻ പറ്റാത്ത സ്ഥലം, വെക്കാൻ പറ്റുന്ന സ്ഥലം എന്നുള്ളതൊന്നുമില്ല. അത് സ്ഥലത്തിൻ്റെ ഘടന അനുസരിച്ചാണ്. ഇപ്പോൾ ചതുപ്പ് നിലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ ലോഡ് ബെയറിങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്തരത്തിലല്ലാത്ത രീതിയിലുള്ള ഇപ്പോൾ വിടുത്ത് കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് സ്ഥലത്തും നമുക്ക് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള വീട് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോക്സിൽ അതിൽ കൊള്ളുന്ന ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഒരു ബോക്സിൽ പോലും കൊള്ളാതെ വരും. അപ്പോൾ അതേപോലെ തന്നെ ഒരു സ്ഥലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മിനിമലായിട്ടുള്ള ലെവലിലാണ് ആ സ്ഥലത്തിൽ അതിൽ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സും അതിനനുസരിച്ച് നമ്മൾ കാണാൻ വേണ്ടി പാടുള്ളൂ. കാരണം ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ട് അതിൽ ഒരുപാട് വലിയ വീടെടുക്കണം എന്ന് വിചാരിച്ചാൽ നമുക്കത് പോസിബിൾ അല്ല. അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള ഏരിയയിൽ നല്ല വാഹനങ്ങളൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ല രീതിയിലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതലും എൻട്രൻസ് അത്യാവശ്യം നിങ്ങൾക്ക് മുറ്റം ഒക്കെ കിട്ടുന്ന ലെവലിലേക്കുള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ദൂരേന്ന് കാണുന്ന സമയത്ത് നമ്മുടെ വീട് നല്ല ലുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നല്ല അടിപൊളി ലുക്കിൽ നിങ്ങൾക്ക് കുറച്ച് ദൂരേന്ന് കാണുന്ന സമയത്താണ് നമുക്ക് വീടിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ മനസ്സിലാക്കാം.